മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇസ്ലാമിക നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ നിയമങ്ങളും. സമുദായം പട്ടിണിയിലാണ്, പരിഹാരമില്ല. വിലക്കയറ്റം കൂടുന്നു, പരിഹാരമില്ല. റോഡുകളൊക്കെ നശിച്ചു കിടക്കുന്നു, പരിഹാരമില്ല. അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു കക്കൂസില്ല, പരിഹാരമില്ല. ഒരു വീടില്ല, പരിഹാരമുണ്ടോ? പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് വീട് കെട്ടിക്കൊടുക്കാൻ, അല്ല 1 സെന്റ് ഭൂമി കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കാൻ പരിഹാരമില്ല. ഇവിടെ എല്ലാം ഇന്ത്യ രാജ്യത്ത് എത്രയോ ആവശ്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സർക്കാർ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നിയമങ്ങൾ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോ മിണ്ടാ പൂച്ച. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അശ്റാത്തുസ്സാഅത്തിൽ കുബ്ര സുഗ്റ പരിശോധിച്ച് നോക്ക്. നബി തങ്ങൾ പറയാത്ത ഒന്നും ലോകത്ത് നടന്നിട്ടില്ല, നടക്കേയില്ല. ഒരു കാലഘട്ടം വരും, യലി ഉമ്മത്തി ഖൗമുൻ ജുസസുഹും ജുസസുന്നാസ്. ഒരു കാലഘട്ടം വരും, എൻ്റെ ഉമ്മത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരുടെ ശരീരം ജുസസുന്നാസ് മനുഷ്യരെ പോലെയായിരിക്കും. ഖുലൂബുഹും ഖുലൂബു ഷയാത്തീൻ, അവിടെ കൽബ് ഷൈത്താന്റെ കൽബുകളായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വയുഹാറു ഫീ ഹുക്മിഹിം, നിയമങ്ങളൊക്കെ അവർ മാറ്റിമറിക്കും. എല്ലാ നിയമങ്ങളും, ഇസ്ലാമിക നിയമങ്ങളെ മുഴുവനും അവർ മാറ്റിമറിക്കും. ഇൻ തകല്ലമു ഖതലുഹും, അവർക്കെതിരെ സംസാരിച്ച നിന്നെ അകത്താക്കും, അല്ലെ തട്ടിക്കളയും. ഇതാണ് എൻ്റെ നിയമം. വൈൻ സഖതു ഇസ്തബാഹുഹും, നീ ഇനി മിണ്ടാതിരുന്നാലോ ആ നിയമം അവരോട് പാസ്സാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, അശ്റാത്തുസ്സാഅ എടുത്ത് ഹദീസ് എടുത്ത് പരിശോധിച്ച് നോക്കി ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഹദീസാണ്. ഒരു കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് ആയിരക്കണക്കായ സഹാബാക്കളെ അഭിസംബോധന ചെയ്തിട്ട് ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രമുഖരായ സഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ ഒരാൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കും. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നീട് നിയമങ്ങളെല്ലാം മാറ്റിമറിക്കും. അപ്പൊ നമ്മുടെ